ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തമ്പനയിൽ കണ്ടില്ലേ, ഓവർ നൈറ്റിൽ നമുക്ക് ഫേസ് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സൂത്രപ്പണികളാട്ടോ. അപ്പോൾ ഇപ്പം എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക, കൂടുതലായിട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണല്ലോ. നമുക്ക് ഹെൽത്തി സ്കിൻ ആവുക, നല്ല ഗ്ലോ ഉണ്ടാവുക, നോർമലി നല്ല ഫേസ് നോക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പ്ലസ് ഒരു റുട്ടീനും കൂടി പറഞ്ഞുതരാം കേട്ടോ. അതായത് ജസ്റ്റ് ഒരു ഫേസ് പാക്ക് കൊണ്ട് മാത്രം നമുക്ക് കിട്ടും, പക്ഷേ നമുക്ക് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു നൈറ്റ് സ്കിൻ കെയറും കൂടി വേണം. എന്നാലാണ് നമുക്കിത് രണ്ടും എന്താ പറയുക ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ്. പ്ലസ് നമുക്ക് വെള്ളം കുടിക്കുക, ഫുഡ് നല്ല ഹെൽത്തി ആക്കുക, അതൊക്കെ വേറൊരു വിഭാഗം കേട്ടോ. ഇതിപ്പോൾ പുറമേക്കുള്ളത് നമ്മുടെ സ്കിന്നിലേക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത്, പ്ലസ് ആ റുട്ടീനും കൂടി. അപ്പോൾ ഞാൻ നേരം കളയണില്ലേ, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക്. ഈ ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ടേ നമുക്ക് വേണ്ടെന്നിട്ടാന്നറിയോ, ഞാനവിടെ ഈ പാത്രം കൊടുന്ന് വെച്ചപ്പോൾ ഒരു ഉറുമ്പച്ചനെ ഓടുന്നു. അപ്പൊ അതിനെ ഓടിപ്പിക്കാൻ നോക്കിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പൊ നമുക്ക് ഒരു 1 വീക്കിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം. പക്ഷെ ഇതിൽ വേറെ പാല് തൈരോ മോരൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. നോർമൽ വെള്ളത്തിൽ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 1 വീക്കിനുള്ളത് നമുക്ക് ഇങ്ങനെ ഫേസ് ജാറിലാക്കി എടുത്ത് വെക്കാം. അപ്പൊ അതേ ഓട്സ് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ റോൾഡ് ഓട്സ് ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരെ അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ പാലിലാണ് നിങ്ങൾക്ക് ഒരു അന്നാന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പാല് ഓക്കെ ആണെങ്കിൽ അത് നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പൊ അതേ പിന്നെ നമുക്കൊരു കുക്കുംബർ ആണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ നഖം കണ്ടോ, ഇത് ഞാനേ ഓണത്തിനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപ്പോൾ ഓർമ്മ വന്നു നെയിൽ പോളിഷ് ഇടണം. കാരണം ഒരു ഭംഗി കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നേരെ പോയി നെയിൽ പോളിഷ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, മുടി ഉണക്കാൻ വേണ്ടി മുടിയിൽ ഉള്ളങ്ങടാൻ വരില്ല, കൈയാട്ടു, കഴിഞ്ഞു കാക്ക ചിക്കിയ മാതിരി നെയിൽ പോളിഷ്. പിന്നെ നമുക്ക് വേണ്ടത് അതിൽ പിന്നെ അത് പോകണമില്ല. പിന്നെ നമുക്ക് വേണ്ട കുക്കുംബർ ആട്ടോ, ചെറിയ പീസ്. അത് ഞാൻ ഒരു അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അപ്പൊ നന്നായിട്ട് നമ്മുടെ ഈ ഓട്സ് ഇങ്ങനെ കുറച്ചൊരു വെള്ളം മാതിരി വിരിക്കണം, അല്ലാണ്ട് ഉടഞ്ഞ് കട്ടയാവരുത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വേറെ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ അരയ്ക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ കുക്കുംബറിലേക്ക് ഈ ഓട്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി, ഇത്രേ ഉള്ളൂ നമ്മുടെ പാക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് ഇടാം. അപ്പം ഞാനിപ്പോൾ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഫേസിൽ ഓൾറെഡി കഴുകിയിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്, ബ്രഷ് ചെയ്തപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കണ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നേക്കുക. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി എടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഇതിങ്ങനെ ഫേസിൽ ചെറിയൊരു നനവുണ്ടെങ്കിൽ ആ നനവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു 10 മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് ഇത് എന്താ പറയുക, ഇങ്ങനെ അതായത് ഉണങ്ങും, അബ്സോർബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് മതി. ഓട്സ് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒരു മോയ്സ്ചർ ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും. ഒരു മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് പോലെ നമുക്ക് വർക്ക് ആവുന്നതാണ്. പിന്നെ നമ്മുടെ കുക്കുംബർ നമ്മുടെ ഫേസിലെ പാടുകൾ കുറയ്ക്കാനും നമുക്ക് പോഴ്സൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ, പിന്നെ നമുക്കൊരു കരിവാളിപ്പ്, ഇതിനൊക്കെ കുറയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. പാലെടുക്കുകയാണെങ്കിൽ 1 വീക്ക് ഇരിക്കില്ല, കാരണം ഭയങ്കര സ്മെല്ലൊക്കെ മാറും ഇങ്ങനെ ഇരിക്കണോണ്ടേ. അപ്പോൾ അതുകൊണ്ട് വെള്ളമാണ് എപ്പോഴും ബെസ്റ്റ് ആവുക. പിന്നെ റോസ് വാട്ടർ എടുക്കാം. റോസ് വാട്ടർ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള റോസ് വാട്ടർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഇത് ഫേസിൽ വെക്കാനായിട്ട്. അപ്പൊ തന്നെ പെട്ടെന്ന് വലിയും. അപ്പൊ നോർമലി ഒരു 10 മിനിറ്റ് നമ്മൾ രാത്രി ഫേസ് സ്കിൻ കെയർ ചെയ്യണേ മുന്നേ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ഇത് ഇടാം, നേരെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ കഴുകി കളയാം. എന്നും ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ മാതിരി 1-2 ദിവസങ്ങളിൽ ചെയ്യാം. പിന്നെ അത്യാവശ്യം ഒട്ടുമിക്ക ആൾക്ക് ചേരും തോന്നുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആദ്യം ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണം നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇത് ചേരുമെന്നൊക്കെ. ജസ്റ്റ് റിമൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് സ്ഥിരമായി യൂസ് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അധികം ആക്കാൻ പറ്റില്ല, കാരണം ഞാനിവിടെ ഓണത്തിനുള്ള ഷൂട്ടിനുള്ള താഴ്ത്തും ഒക്കെ സെറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളങ്ങൾ കൂടുതൽ ഇങ്ങനെ താഴ്ത്തിക്കായാലേ നാശാവും, അപ്പോൾ ഭയങ്കര വൃത്തികേടാവും. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ താഴ്ത്തി വീഴുമ്പോഴേ ഞാൻ ഈ മാറ്റ് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കളയാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അവിടെ കെടുന്നു സ്മെല്ലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒറ്റ ദിവസം കൊണ്ടല്ല, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട്
നമുക്ക് 1-2 ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാത്രി ഒരു 10 മിനിറ്റോ ഒക്കെ എന്നും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്ലോ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു ബാരിയർ നന്നായിട്ട് റിപ്പയർ ആവും. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ടോണറാണ്. ഇവിടെ നിലാസെപ്സിൻ്റെ നമ്മുടെ ടെൻഡർ കോക്കനട്ടും സീ സാൾട്ടുള്ള ടോണറാണ് കേട്ടോ. ഇതാണ് സംഭവം വരുന്നത്. ഈ ഒരു ടോണർ അടിച്ചു കൊടുക്കുന്നത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ ദേ യൂസ് ചെയ്ത് ഏകദേശം തീരാറായത് അത് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതങ്ങനെ ഒരു സ്പ്രേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നല്ലൊരു റീഫ്രഷിംഗ് ആണ്. ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് ജസ്റ്റ് ആ ഒരു വെള്ളം ഒന്ന് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റീഫ്രഷിംഗ് ആട്ടോ, നല്ലൊരു സുഖമുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ഒരു 25+ഓ 30+ ഒക്കെ എപ്പോഴും നമ്മൾ ഒരു ആൻറ്റി ഏജിങ് റുട്ടീൻ നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൽ ചെയ്യണത് വളരെ നല്ലതാണ്. നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വളരെ ലൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ നമ്മൾ അധികം നോട്ടീസ് ചെയ്യില്ല. പക്ഷെ അങ്ങനെ പ്രായം കൂടുന്തോറും നമുക്കത് കൂടുതൽ വിസിബിളായി വരും. പിന്നെ കൊളാജൻ കുറയും, നമുക്ക് അറിയണമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പുറമെ ചെയ്യുമ്പോൾ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ എപ്പോഴും ഒരു ആൻറ്റി ഏജിങ് റുട്ടീൻ ഉൾപ്പെടുത്തുക. അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ പറയാൻ പോണത് അത് തന്നെയാണ്. അപ്പം ഞാൻ മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ സ്ഥിരം വ്ളോഗിലും ഞാൻ കാണിക്കുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റാണ്, ഞാൻ വല്ലപ്പോഴും വന്നത് കാണിക്കുന്നതല്ല. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ കാണിക്കുന്ന റുട്ടീനാണ്. ഇത് വന്നിട്ട് നിലാസെപ്സിൻ്റെ DH സിറവും DH ക്രീമും ആണ്. ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ടോണർ ഒന്ന് സെറ്റ് ആകുമ്പോൾ ചെറിയൊരു നനവിൽ തന്നെ നമുക്ക് ആ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിനെ കുറേയും കൂടി യൂത്ത്ഫുള്ളായിട്ട് വെക്കാനും പിന്നെ നമുക്ക് ഏജിനെ തടയാൻ പറ്റുന്ന, അതായത് നമുക്ക് ഏജ് ആവില്ല എന്നല്ല പറഞ്ഞിട്ട് ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്കിതിനൊക്കെ ഒന്ന് ഡിലേ ചെയ്യിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ അധികം വിസിബിളായിട്ടുണ്ടെങ്കിൽ, അതായത് വിസിബിളായി വരാതിരിക്കാനും നമ്മളെ സഹായിക്കും. ഒരു പ്രായമൊക്കെ വരെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്കിന്നിനെ നല്ലൊരു ഹെൽത്തി സ്കിന്നാക്കി വെക്കാൻ നമ്മളെ സഹായിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്പ് എല്ലാവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു നനവുണ്ടാകുമ്പോൾ തന്നെ ആ നനവയോട് കൂടി തന്നെ നമ്മുടെ ക്രീമും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നൈറ്റ് സ്കിൻ കെയറിൽ വളരെ നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഭാഗത്തുള്ള ഫൈൻ ലൈൻസ് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വരുന്ന ലൈൻസൊക്കെ ഇല്ലേ, നല്ല രീതിക്ക് തന്നെ കുറയും. ഞാനിത് സ്ഥിരമായി യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയിട്ടാട്ടോ. പിന്നെ നിങ്ങൾ അണ്ടർ ഐ സിറം കൂടി ഇടണം. ഞാൻ കാണിച്ചിട്ടില്ല, ഞാനിപ്പോൾ ഈ ഒരു റുട്ടീൻ ആയതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അണ്ടർ ഐ സിറം ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണിന് ചുറ്റിട്ടിട്ടൊന്ന് ആ ടോണർ അടിച്ചിട്ട് കുറച്ച് അണ്ടർ ഐ സിറം ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഡ്രോപ്പാക്കി ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യണ നേരം കൊണ്ട് തന്നെ ഈ ടോണർ ഒന്ന് സെറ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നെക്കിലും കൂടി ഇടണം. ഞാനിപ്പോൾ പകലാണ് ഈ വീഡിയോ ചെയ്യണത്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇത് വേസ്റ്റ് ആക്കണ്ട. പിന്നെ എനിക്ക് രാത്രി വന്ന് ചെയ്യാനുള്ള സമയമില്ല, കാരണം ഓണത്തിൻ്റെ കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ പുലർച്ചയ്ക്ക് ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓണത്തിന്. പുലർച്ചെ 5:45 6 മണിക്കൊക്കെ വന്നിട്ടാണ് ഓണത്തിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം ജിം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു നമ്മൾ വിചാരിക്കണ എണ്ണം തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര എണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എണ്ണം ചെയ്യണമെങ്കിൽ എനിക്ക് സമയം വേണമായിരുന്നു. അപ്പം അന്ന് ജിമ്മ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുലർച്ചത് രാവിലെ 4 മണിക്കേറ്റ എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ 5:45 വന്ന് വേഗം കുളിച്ച് വന്ന് മുടി ഉണക്കി വീഡിയോ എടുത്തു. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് അതായത് ഒറ്റ ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോഴേ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടില്ല. അതായത് നമ്മൾ നേരെ ഇപ്പോൾ രാവിലെ ഒരു 10-11 മണിക്ക് വന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ വന്ന് വീണ്ടും എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പുതിയതായിട്ട് ചെയ്യണ ഫീൽ ഉണ്ട്. പക്ഷെ നമ്മൾ പുലർച്ചെ വന്ന് എടുക്കുമ്പോൾ ആ ഒരു ഫ്രഷിൽ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 10-11 മണിക്ക് വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ നമുക്ക് വീണ്ടും ഉണ്ടാവും. അതാണ് ഞാൻ പുലർച്ചെ തുടങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അധികം ഇപ്പോൾ പകലാണ് എടുക്കണത് കേട്ടോ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണെങ്കിലും. അപ്പോൾ ഇത് നിങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു DH ക്രീം, ഇതിപ്പോൾ തീരാറായ ക്രീം കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ, തീർന്നു സത്യം പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു നനവിൽ തന്നെ ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച് മതി കേട്ടോ. ഇത് ക്രീം ഹെർബലാണ് അല്ലെങ്കിൽ DH നമ്മളെ ഹെൽപ്പ് ചെയ്യും ഏജ് ഡിലേ ആക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് 3-4 എടുത്ത് അപ്ലൈ ചെയ്യരുത്. വളരെ കുറച്ച് മതി, കുറച്ചെടുത്തത് അതുമാതിരി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കിൽ മറക്കരുത്, കാരണം നെക്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വരകൾ നമുക്കിങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ തൂങ്ങണത് കൂടും. അപ്പം അതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നല്ലതാ.
കണ്ടോ? അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ചെയ്യുമ്പോൾ, അതായത് ഞാൻ എന്നും ചെയ്യുന്ന റുട്ടീനാണ്. അപ്പം ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ സ്കിന്നിന് രാവിലെ എണീറ്റിട്ട് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അല്ല, ഞാൻ ഇന്ന് വൈകുന്നേരം ചെയ്തിട്ട് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്യണത് പകലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫേസ് പാക്കിന് പകരം നിലാസിർപ്സിൻ്റെ നമ്മുടെ ക്രീം ഉണ്ട്, നൈറ്റ് നമ്മുടെ ഫേസ് പാക്ക് മാതിരി യൂസ് ചെയ്യണത്. അത് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാൻ അതും ഇടാറുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് അതിൻ്റെ പോലെ തന്നെ ഗുണം ചെയ്യണതാ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ നമ്മുടെ സ്കിന്ന്. ഇതിപ്പോ ഞായറാഴ്ച ഞാൻ നേരം വൈകി എണീക്കണ ദിവസം കേട്ടോ. അപ്പൊ ഞായറാഴ്ചയിലത്തെ എൻ്റെ ഒരു രാവിലെ എണീറ്റ് 8:30 ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രാവിലെ എണീറ്റ് വെച്ചിട്ടുള്ള ഒരു സ്കിന്നാട്ടോ. നല്ല ഗ്ലോ ഇല്ലേ? നമ്മൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. സ്കിന്നിന്റെ സർഫസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറും. കണ്ടില്ലേ? നല്ല ഗ്ലോ കാലത്ത് തന്നെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോ നന്നായി നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ സമയം ക്ലോക്കിലൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ആറുകുട്ടി ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണത് നല്ലതാട്ടോ. നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഓണൊക്കെയാണ് വരുന്നത്. ഇനി കഷ്ടി ഒരു മാസമില്ല 2-3 ആഴ്ചയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 3-4 ആഴ്ച കൊണ്ട് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സ്പെഷ്യലി ഈ ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് ഈ പുറമേ ഉള്ള ഈ ഒരു സ്കിൻ ഉണ്ടല്ലോ ഫേസിൻ്റെ, അതായത് സ്കിന്നിൻ്റെ സർഫസ് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഡാമേജസ് കുറയ്ക്കും. അതുപോലെ നല്ല ഹെൽത്തി ആക്കും. അതായത് ഇങ്ങനെ ഒരു അൺഈവൻ ആയിട്ട് റഫായിട്ട് ഒരു ഗ്ലോ ഇല്ലാണ്ട് ഒക്കെ ഇരിക്കുന്നില്ലേ, നമുക്കൊരു എന്താ പറയുക സ്കിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ജീവനില്ലാത്ത മാതിരിയൊക്കെ തോന്നുന്നത്, അതിനൊക്കെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നല്ല ഹെൽത്തി ഫ്രഷ് ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് ഫേസിലിട്ട് കഴുകി കളയുന്നത് പ്രശ്നമില്ലാത്തതാണ്. ഇനി നിങ്ങൾക്ക് എന്നും ഫേസ് പാക്ക് ഇടാനൊന്നും താല്പര്യമില്ലെങ്കിൽ, കാരണം ഇത് വളരെ തിക്ക് പേസ്റ്റ് ആയിട്ടുള്ളതും നമുക്കിങ്ങനെ ഒരു റബ്ബ്, അതായത് സ്ക്രബ് മാതിരി വരാത്തതുമാണ്. ഇതൊരു സ്മൂത്തി, ഒരു എന്താ പറയുക, ഈ ഒരു ഗ്രീസി മാതിരിയുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബിങ് ഒന്നും വരില്ല. പക്ഷേ നിങ്ങൾക്ക് ആഴ്ചയിൽ എന്താ പറയുക 1-2 ദിവസങ്ങളിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കൊരു 1 വീക്കിനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടെയ്നറിൽ, അതായത് അടച്ചിട്ട് വെക്കണം ഫ്രിഡ്ജിൽ. എന്നിട്ട് കുറേശ്ശെ അതിൽ നിന്ന് സ്പൂൺ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്ത്, അതായത് അതെങ്ങാനും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കരുത്, നോർമൽ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എങ്ങാനും ഇത് കട്ട കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ എപ്പോഴും തിക്ക് പേസ്റ്റ് മാതിരി ഇരിക്കുക. കാരണം നമുക്കറിയാമല്ലോ ഓട്സ് വേവിച്ച് അരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേസ്റ്റായിട്ട് ഇരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇനി അത് ഭയങ്കര കട്ടയായി പോയെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ലേശം വെള്ളമോ പാലോ നിങ്ങൾക്ക് സ്യൂട്ട് ആവണത്, വെള്ളമാണ് നല്ലത്. അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ, നല്ല റോസ് വാട്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ പാലൊഴിച്ചതൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി സ്കിന്നും നമുക്ക് ഓവർനൈറ്റ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലാണ് ഡെയിലി നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.